സ്വർഭാനുരീശസുരമധ്യഗതോ വിഭക്തം സംസൂചിതോ വിജസുധാമതിവഞ്ചകോസൗ ഛിന്നോ വിദേവ ഭവതാ കില തന്മഹത്വാൽ ക്രൂരോസുരോ നിഹതോ രവിചന്ദ്രവൈരീ. ഹേ ദേവ ഈശ്വര, അതിവഞ്ചകനായ സുർഭാനുവും ദേവമധ്യത്തിൽ ചെന്നിരുന്ന് അത് പാനം ചെയ്തു. സൂചിപ്പിക്കപ്പെട്ടപ്പോൾ അവൻ അങ്ങയാൽ ഛേദിക്കപ്പെട്ടു. എങ്കിലും അമൃതൻ്റെ മഹത്വം കൊണ്ട് ക്രൂരനും സൂര്യ ചന്ദ്ര ശത്രുവുമായ ആ അസുരൻ കൊല്ലപ്പെട്ടില്ല. സുർഭാനു അഥവാ രാഹു ദേവവേഷം ധരിച്ച് ദേവന്മാർക്കിടയിലിരുന്നു. അരികിലിരുന്ന സൂര്യചന്ദ്രന്മാർ കാണിച്ചുവെങ്കിലും ഭഗവാൻ ചക്രായുധം കൊണ്ട് ഗളച്ഛേദം ചെയ്യുമ്പോഴേക്കും അമൃത കഴിച്ചിരുന്നു. അമൃതസ്പർശമുണ്ടായ ശിരസ് ഗ്രഹമായി, അമരത്വവും നേടി, ഉടൽ താഴോട്ട് പതിച്ചു. രാഹു പിന്നീട് ഈ വിരോധം കൊണ്ട് സൂര്യചന്ദ്രന്മാരെ ആക്രമിക്കുന്നു. അതാണ് ഗ്രഹണം എന്ന് വിശ്രുതം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.